ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ഓക്സിലറി വെർബിൽ തുടങ്ങും. എന്തിൽ തുടങ്ങും? ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ആ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, ആ ചോദ്യം ഒരു ഉത്തരമാണ്. എല്ലാ മനുഷ്യരും മരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് ഓർ ടാഗ് ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെയോ ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെയോ അവസാനം ചേർക്കുന്ന, ആ സെന്റൻസിന് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി ചേർക്കുന്ന ബിറ്റ് ഓഫ് ക്വസ്റ്റ്യനെ വിളിക്കുന്ന പേരാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും മിഷൻ 2020യുടെ എപ്പിസോഡ് 4ലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സുകളിൽ പോയട്രി, ഫോണറ്റിക്സ്, ഗ്രാമർ ആണ് കൈകാര്യം ചെയ്തതെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഏവരും ആവശ്യപ്പെട്ട ഒരു ഗ്രാമർ പോർഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതൊരു ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറാണ്. അതായത് ഇൻ്ററോഗേറ്റീവ് സെന്റൻസ്, ക്വസ്റ്റ്യൻസ് എത്ര വിധം എന്നുള്ള ഒരു കാര്യം പലരും ചോദിച്ചിരുന്നു, കമൻറ്റുകളായിട്ട് ചോദിച്ചിരുന്നു. എത്ര ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഇംഗ്ലീഷിൽ എന്നുള്ള ഒരു ഭാഗം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ HSA കോഴ്സുകളും സെറ്റ് കോഴ്സുകളും എൻട്രിയിൽ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഈ കോഴ്സിൻ്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ്ററോഗേറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം സെന്റൻസ് ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 10 സെന്റൻസ് ഉണ്ട്. അസർട്ടീവ് സെന്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്, സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്, പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്. അങ്ങനെ മൊത്തം 10 സെന്റൻസ് ആണ് ഇംഗ്ലീഷിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണ് ഇൻ്ററോഗേറ്റീവ് സെന്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെന്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ്ററോഗേഷൻ ഇറ്റ്സെൽഫ് ഈസ് ക്വസ്റ്റ്യൻ. ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചോദ്യം എന്നാണ്, ക്വസ്റ്റ്യൻ എന്നാണ്. സോ ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകളെയാണ് ഇൻ്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതിൻ്റെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മാർക്കാണ്. പലരോടും നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പം ഇവൻ ഇംഗ്ലീഷ് പഠിച്ചവരോടും എത്ര ചോദ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് 2 തരം ചോദ്യങ്ങളുണ്ട്, WH ക്വസ്റ്റ്യനും yes or no ക്വസ്റ്റ്യനും. സത്യത്തിൽ ഇംഗ്ലീഷിൽ 8 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. എത്ര ചോദ്യങ്ങളാണ്? 8 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ പേര് പോലും WH ക്വസ്റ്റ്യൻസ് എന്നോ yes or no ക്വസ്റ്റ്യൻസ് എന്നോ ഒന്നും അല്ല. അതിൻ്റെ വേറെ പേരാണ്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി WH ക്വസ്റ്റ്യൻസ്, yes or no ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ പേര് അതൊന്നും അല്ല. ആ 8 ടൈപ്പ് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ടും ഇനി ഒരിക്കലും മറക്കാത്ത തരത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു ചോദ്യം തന്നിട്ട് ഇത് ഏത് ചോദ്യമാണ്, അത് വെർബൽ ക്വസ്റ്റ്യൻ ആണോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് ഈസ് ആൻ ഇൻ്ററോഗേറ്റീവ് സെന്റൻസ്? ഇൻ്ററോഗേറ്റീവ് സെന്റൻസ് ഈസ് ക്വസ്റ്റ്യൻ. A question, a sentence which expresses a question is called an interrogative sentence. A sentence which expresses a question is called an interrogative sentence. There are 8 types of questions. ഇംഗ്ലീഷിൽ മൊത്തം 8 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. എത്ര ടൈപ്പാണ്? 8 ടൈപ്പ് ചോദ്യങ്ങൾ. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് WH ക്വസ്റ്റ്യൻസ് എന്നാണ്. എന്താണ് WH ക്വസ്റ്റ്യൻ? എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് ഈ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാരണം, അത് തുടങ്ങുന്നത് WHലാണ്. അത് WHൽ തുടങ്ങും. അതുപോലെ തന്നെ അത് WHൽ തുടങ്ങും. എന്തിൽ അവസാനിക്കും? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. WH എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡാണ്. A question which begins with a question word and ends with a question mark. ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകളെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകളെ WH ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നു. എത്ര ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ? 14 ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. വാട്ട്, എന്ത്, വാട്ട് ഈസ് യുവർ നെയിം. വിച്ച്, ഏത്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ. വെയർ, എവിടെ, വെയർ ആർ യു ഗോയിങ്. വെൻ, എപ്പോൾ, വെൻ വിൽ യു കം. വൈ ആർ യു ലേറ്റ്. വാട്ട്, വിച്ച്, വെയർ, വെൻ, വൈ. ഹു, ആര്, ഹു ഈസ് യുവർ ഫാദർ. ഹും, ആര്, ഹും ആർ യു വെയിറ്റിംഗ് ഫോർ. ഹുസ്, ആരുടെ, ഹൂസ് പെൻ ഈസ് ദിസ്. ഹൗ, എങ്ങനെ, ഹൗ ആർ യു. ഹൗ മെനി, എത്ര എണ്ണം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേ ഇൻ ദിസ് ക്ലാസ്. ഹൗ മച്ച്, എത്ര മാത്രം അല്ലെങ്കിൽ എത്രത്തോളം. ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദിസ് ഷർട്ട്. ഹൗ ലോങ്, എത്ര ദൂരം. ഹൗ ലോങ് വിൽ യു ബി ഹിയർ. ഹൗ ലോങ്, എത്ര നീളം, എത്ര സമയം എന്നാണ്. എത്ര ദൂരം എന്നല്ല, എത്ര നീളം, എത്ര സമയം. ഹൗ ലോങ് വിൽ യു ബി ഹിയർ. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ ഹിയർ എന്ന് പറയും. ഹൗ ഫാർ, എത്ര ദൂരം. ഹൗ ഫാർ ഈസ് യുവർ ഹോം ഫ്രം ഹിയർ
എന്ന് പറയും. ഹൗ ഓഫൺ, എപ്പോഴൊക്കെ. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ് ഹോം. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ചർച്ച്, എപ്പോഴൊക്കെയാണ് നീ പള്ളിയിൽ പോകുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് കോമൺ ആയിട്ട് വിളിക്കുന്നത് WH ക്വസ്റ്റ്യൻ എന്നാണ്. WH ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആർ ക്വസ്റ്റ്യൻസ് വിച്ച് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന എല്ലാ ചോദ്യങ്ങളെയും വിളിക്കുന്ന പേര് WH ക്വസ്റ്റ്യൻസ് എന്നാണ്. കാരണം ഇതിന്റെ ആൻസർ ഒരു സ്റ്റേറ്റ്മെന്റും ആയിരിക്കും, അസർട്ടീവ് സെന്റൻസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൈ നെയിം ഈസ് മിസ്റ്റർ രഞ്ജിത്ത് എന്ന് പറയുമ്പം അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് അസർട്ടീവ് സെന്റൻസ് ആണ്. അത് സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും സൂപ്പറായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. WH ക്വസ്റ്റ്യൻസ്, വേർ ആർ യു ഗോയിങ്, ഏറ്റവും നല്ല ഉദാഹരണമാണ്. നോട്ട് തയ്യാറാക്കുമ്പം എ ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. 14 ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. ഒരു 10 ഉദാഹരണമെങ്കിലും എഴുതി പഠിക്കേണ്ടി വരും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, നമ്മൾ യെസ് ഓർ നോ എന്ന് വിളിക്കുന്ന ചോദ്യങ്ങളെയാണ് യഥാർത്ഥ പേര് പറയുന്നത് വെർബൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് വെർബൽ ക്വസ്റ്റ്യൻസ്? ഓക്സിലറി വെർബിൽ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ വെർബൽ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് മറ്റൊരു പേരിൽ വിളിക്കുന്നത്. ഇത് ഓക്സിലറി വെർബിൽ തുടങ്ങും. എന്തിൽ തുടങ്ങും? ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്സിലറി വെർബ് 24 എണ്ണം ഉണ്ട്. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, dare, need, used to. അങ്ങനെ 24 ഓക്സിലറി വെർബ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബിൽ തുടങ്ങും, അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ഉദാഹരണത്തിന് ഡു യു ലൈക്ക് ഐസ്ക്രീം, രണ്ട് രീതിയിൽ ആൻസർ പറയാം. യെസ് ഐ ലൈക്ക് ഇറ്റ്, നോ നോ ഐ ഡോണ്ട്. ക്യാൻ യു സിംഗ് എ സോങ്, രണ്ട് രീതിയിൽ ആൻസർ പറയാം. യെസ് ഐ ക്യാൻ, നോ ഐ കാൺട്ട്. ആർ യു എ ടീച്ചർ, രണ്ട് രീതിയിൽ ഉത്തരം പറയാം. യെസ് ഐ ആം, നോ ഐ ആം നോട്ട്. വിൽ യു കം വിത്ത് മീ, രണ്ട് രീതിയിൽ ആൻസർ പറയാം. യെസ് ഐ വിൽ, നോ ഐ വോണ്ട്. ചുരുക്കി പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അഥവാ വെർബൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് an auxiliary verb and ends with a question mark. ഓക്സിലറി വെർബിൽ തുടങ്ങുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. സൂപ്പറായിട്ട് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതി വെക്കാം നമുക്ക്. ആർ യു എ ടീച്ചർ, ഈസ് ഇറ്റ് എ പെൻ, ഡു യു ലൈക്ക് ഐസ്ക്രീം, ഹാവ് യു വിസിറ്റഡ് താജ്മഹൽ, ക്യാൻ യു സിംഗ് എ സോങ്, ഷാൾ ഐ ഡു ഇറ്റ്, വിൽ യു മാരി മീ, മേ ഐ കമിൻ. മേ ഐ കമിൻ എന്ന് പറയുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും പരിഗണിക്കാം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാണെന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യ രൂപത്തിലുള്ള മൂന്നാമത്തെ സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാവില്ല. ഇംഗ്ലീഷിലെ ഏത് സ്റ്റേറ്റ്മെന്റും ഒരു റൈസിംഗ് ഇൻഡോനേഷനിൽ പറഞ്ഞാൽ അതൊരു ചോദ്യമാകും. അതായത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ സെന്റൻസ് ഹി ഈസ് എ ടീച്ചർ? ഹി ഈസ് എ ടീച്ചർ എന്ന് പറയുന്ന സെന്റൻസിന്റെ അർത്ഥം എന്താണ്? അവൻ ഒരു ടീച്ചറാണ്. ഇതിനെ ചോദ്യമാക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ആ സെന്റൻസ് ഒരു റൈസിംഗ് ഇൻഡോനേഷനിൽ പറഞ്ഞാൽ മതി. ഉദാഹരണം, ഹി ഈസ് എ ടീച്ചർ എന്ന് ചോദിച്ചാൽ മതി. എന്താണ്? ഹി ഈസ് എ ടീച്ചർ എന്ന് ചോദിച്ചാൽ ആ ടോണിലുണ്ട് ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവും. അങ്ങനെയുള്ള ചോദ്യങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ. ഉദാഹരണം, യു ഹാഡ് യുവർ ലഞ്ച് ചോദിക്കുകയാണ്. യു ഹാഡ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ലഞ്ച് കഴിച്ചു എന്നാണ്. എന്നാൽ യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിച്ചാൽ നീ ലഞ്ച് കഴിച്ചുവോ എന്നാണ്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് എന്ന അതേ സെൻസ് കിട്ടും. ഇങ്ങനെയുള്ള സെന്റൻസുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ. പറ്റുമെങ്കിൽ ഒരു 10 ചോദ്യം എഴുതുക. ഏത് സ്റ്റേറ്റ്മെന്റ് എഴുതിയാലും അത് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അത് ക്വസ്റ്റ്യൻ ആയിക്കോളും. ഇപ്പം പണ്ട് ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ ഇതുപോലെ നോട്ടീസ് എഴുതി വെച്ചിട്ട് എല്ലാ ടീച്ചേഴ്സിനെയും കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് കയറി വരുമ്പോൾ ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സാർ യു റെഡ്, മാഡം യു റെഡ് എന്നൊക്കെ ചോദിക്കും. വായിച്ചോ എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. യു റെഡ് ദ നോട്ടീസ് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അവിടെ റൈസിംഗ് ഇൻഡോനേഷൻ വരുമ്പോൾ അതൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു കോമഡി സംഭവിച്ചു. ഞങ്ങളുടെ ഹിന്ദി ടീച്ചർ പേനൊക്കെ കറക്കി ഇങ്ങനെ നടന്നു വരികയാണ്.
അപ്പം സാറ് ചോദിച്ചു മാഡം യു റെഡ് എന്ന് ചോദിച്ചു. ടീച്ചർ പേന പൊക്കി കാണിച്ചിട്ട് പറയുക നോ ഐ ബ്ലാക്ക് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സാറ് ചോദിച്ചത് റൈസിംഗ് ഇൻ്റർനാഷണലിൻ്റെ ചോദ്യമാണ്. അവർ മനസ്സിലാക്കിയത് വേറെ രീതിയിലാണ്. യു റെഡ് എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ വിചാരിച്ചു നിങ്ങളുടെ പേന ചുവപ്പാണോ എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ ചോദിച്ചത് എന്താണ്? ഹാവ് യു റെഡ് ദ നോട്ടീസ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. യു റെഡ് ദ നോട്ടീസ്. അവിടെ ചോദ്യത്തിൽ ആ ടോണിലുണ്ട് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അത്രയും കാര്യമുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, 3 എണ്ണമായി. WH ക്വസ്റ്റ്യൻ അഥവാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അഥവാ വെർബൽ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ അഥവാ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഇതാണ് സംഭവം. ഓക്കെ ആണോ? ഇംഗ്ലീഷിലെ ഏത് സ്റ്റേറ്റ്മെൻറ്റും പറയുമ്പം ഇച്ചിരി ടോണ് മാറ്റി പറഞ്ഞാൽ അതങ്ങ് ചോദ്യമോ. ഇതേ സാധനം അമ്പരപ്പോട് പറഞ്ഞാൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആവും. ഹീസ് എ ടീച്ചർ എന്ന അത്ഭുതത്തോടെ ചോദിച്ചാൽ അതൊരു അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടാൽ അതൊരു എക്സ്ക്ലമേറ്ററിയും ആവും. ഇത് സംസാരിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ചേഞ്ചസ് ആണെന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷനിൽ മാത്രം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ. ഇത് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുവാണെങ്കിൽ, അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുവാണെങ്കിൽ ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അത് ഒരു കോൺവെർസേഷനകത്തായിരിക്കും സാധാരണ ഇങ്ങനെയുള്ള ഹീസ് എ ടീച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈസ് ഹി എ ടീച്ചർ എന്നാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വേണം. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ. സോ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്തുവാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. എ ക്വസ്റ്റ്യൻ വിത്ത് ആൻ ആൻസർ ഇൻ ഇറ്റ്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് ആ ചോദ്യം ഒരു ഉത്തരമാണ്. അതെന്തുവാ? MD വാസുദേവൻ നായരുടെ ഇനിഷ്യൽ എന്ത്? MD. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥലം ഏത്? അടൂർ. ഇതാണോ റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ? അയ്യോ അല്ല, ഇതൊന്നും അല്ല റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് സ്ട്രെസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് മലയാളത്തിൽ പറയാം, മരിക്കാത്ത മനുഷ്യരുണ്ടോടോ? മരിക്കാത്ത മനുഷ്യരുണ്ടോടോ? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, ആ ചോദ്യം ഒരു ഉത്തരമാണ്. എല്ലാ മനുഷ്യരും മരിക്കും. നമ്മൾ പറയും നീ ഇല്ലാതെ എനിക്കെന്താഘോഷം? ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിലൊരു ഉത്തരമുണ്ട്. നീയാണ് എൻ്റെ ആഘോഷം. നീ ഇല്ലാതെ ഞാൻ പോകൂ എന്ന് ചോദിച്ചാൽ ചോദ്യമാണ്. പക്ഷെ അതിനകത്തുണ്ട് നീ ഉണ്ടായാലേ ഞാൻ പോകൂ എന്ന് പറയും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? റിട്ടോറിക്കൽ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും സന്തോഷം ആഗ്രഹിക്കും. ആരാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തത്? ഹൂ ഡസ് നോട്ട് വാണ്ട് ടു മാരി എന്നാണ് കറക്റ്റ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. ഹൂ ഡസ് നോട്ട് വാണ്ട് ടു മാരി? എവ്രി വൺ വാണ്ട്സ് ടു മാരി. അർത്ഥം അങ്ങനെയാണ്. ഹൂ ഡസ് നോട്ട് ടു ബി ഹാപ്പി? എവ്രി വൺ വാണ്ട്സ് ടു ബി ഹാപ്പി. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫന്റ്? വെള്ളാനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വെള്ളാനെ ആരും കണ്ടിട്ടില്ല. വെള്ളാനെ ഇല്ല. അതാണ് സംഭവം. ഇതിനെ വിളിക്കുന്ന പേരാ റീട്ടോറിക്കൽ. ഇനി നിങ്ങൾ ഇതുപോലത്തെ റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, ചോദ്യം ഒരു ഉത്തരവാണ്. അത്രയേ ഉള്ളൂ. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നില്ല റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ വിത്ത് ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫന്റ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അതൊരു റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഡസ് നോട്ട് വാണ്ട് ടു ബി ഹാപ്പി? ഹൂ ഡസ് നോട്ട് വാണ്ട് ടു ബി മാരീഡ്? ആരാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തത്? നമ്മൾ പറയാറുണ്ട് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇതെല്ലാം റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4 ചോദ്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അഥവാ WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അഥവാ വെർബൽ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ, അവസാനം പറഞ്ഞത് റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു. എക്കോ ക്വസ്റ്റ്യൻ. എന്താണ് എക്കോ? എക്കോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എക്കോ എന്താണ്? വീണ്ടും ആവർത്തിക്കുന്നതിനെയാണ് എക്കോ എന്ന് പറയുന്നത്. സംഭവം അത്രയേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് വീണ്ടും ആവർത്തിച്ചാൽ അതൊരു ചോദ്യമാവും. സിമ്പിളാണ്. ഹി ഓൺഡ് 2 ഫ്ലാറ്റ്സ് ഇൻ ബോംബെ. ഇൻ ബോംബെ ചോദിക്കുകയാണ്. ഹി ഓൺഡ് 2 ഫ്ലാറ്റ്സ് ഇൻ ബോംബെ. ഇൻ ബോംബെ ആവർത്തിക്കുക, ചോദ്യമായി. ബോംബെയിലോ? ഇനി ഒന്നും കൂടെ ചോദിക്കാം. ഹി ഓൺഡ് 2 ഫ്ലാറ്റ്സ് ഇൻ ബോംബെ. 2 ഫ്ലാറ്റ്സ്, 2 ഫ്ലാറ്റോ? ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു വേർഡ് വീണ്ടും ആവർത്തിച്ച് ചോദ്യചിഹ്നം ഇട്ടാൽ അതൊരു ചോദ്യമാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്കോ. അതായത് റിപ്പീറ്റ് ചെയ്യും. അതിനെയാണ് എക്കോ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും നമുക്കിവിടെ 2 ചോദ്യം ഉണ്ടാക്കാം, 3 ചോദ്യം ഉണ്ടാക്കാം, ഒരെണ്ണം ഉണ്ടാക്കാം. ഹി ഓൺഡ് 2 ഫ്ലാറ്റ്സ് ഇൻ ബോംബെ. ഒന്ന് ഇൻ ബോംബെ, 2 ഫ്ലാറ്റ്സ്. ഹി ചോദിക്കാം, ഹി എന്ന് മാത്രം ചോദിച്ചാലും മതി. ഹി അവനോ? യഥാർത്ഥത്തിൽ 3 എക്കോ ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഹീസ് എ ടീച്ചർ. ടീച്ചർ?
അങ്ങനെ പറയാറുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ ആൻഡ് എക്കോ ക്വസ്റ്റ്യൻ. എക്കോ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ രണ്ടും രണ്ടാണ്. വൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ വ്യത്യാസങ്ങളുണ്ട്. എക്കോ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ, അത് ടോൺ വ്യത്യാസപ്പെടുത്തി പറയും. ഹീ ഈസ് എ ടീച്ചർ വൺ. എക്കോ ക്വസ്റ്റ്യൻ അങ്ങനല്ല, ഹീ ഈസ് എ ടീച്ചർ എന്നിട്ട് വീണ്ടും ടീച്ചർ എന്ന് ചോദിക്കുന്നതാണ്. അത്രയും കാര്യമുണ്ട്. സോ 5 എണ്ണമായി, സിമ്പിളായിട്ട് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 6 ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും ഉണ്ട്. എന്താണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യചിഹ്നത്തിലായിരിക്കും അവസാനിക്കുന്നത്. അത് മിക്കവാറും യെസ് ഓർ നോ ചോദ്യങ്ങളും ആയിരിക്കും. പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത? പ്രത്യേകത ഉണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണെന്ന് ചോദിച്ചാൽ അത് കാണിക്കുന്നത് റിക്വസ്റ്റ് ആയിരിക്കും. എന്താണ് റിക്വസ്റ്റ്? കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം. കുഡ് യു പ്ലീസ്, പലരും സംശയമാണ് ഈ കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഒരാൾ ചോദിക്കും ഇത് ഏത് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇത് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്, റിക്വസ്റ്റ് ആണെന്ന് പറയും. സംഭവം ശരിയാ, ഇത് റിക്വസ്റ്റ് ആണെന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഇത് ഏത് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസിനകത്ത് വരുന്ന ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ രൂപത്തിലാണ്, പക്ഷെ കാണിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ വേറെയും പറയാം. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? നമ്മൾ പറയുക വുഡ് യു മൈൻഡ്, ക്വസ്റ്റ്യൻ മാർക്കില്ല, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ജനാല തുറക്കൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്ന് വെച്ചാൽ അർത്ഥം ജനാല ഒന്ന് തുറക്കാമോ? റിക്വസ്റ്റ് രൂപത്തിലുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേരാ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം? ക്യാൻ യു കം വിത്ത് മീ ചോദിക്കുകയാണ്. വരാൻ കഴിയുമോ എന്ന് യഥാർത്ഥത്തിൽ അതൊരു യെസ് ഓർ നോ ചോദ്യമാണ്, പക്ഷെ അതിനകത്തൊരു റിക്വസ്റ്റ് ആണ്. ഷാൾ ഐ ഡു ഇറ്റ്, ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കുക, പെർമിഷൻ ചോദിക്കുക. അത് കാണിക്കുന്ന ഒരു പെർമിഷനാണ്, ഇമ്പരറ്റീവ് ടോണ്. പക്ഷേ എന്തിലാണ് അവസാനിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഇത് മാക്സിമം ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതി പഠിക്കാം. നിങ്ങളിത് പഠിച്ച് ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ, ഞാൻ ഈ ക്ലാസ് ഒരുപാട് വലിച്ചു കിട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിൽ 8 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. പണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പം തൃശ്ശൂർ ദേവസ്വം ബോർഡ് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഹൗ മെനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എത്ര ചോദ്യങ്ങളുണ്ടെന്ന് ചോദിച്ചു. എല്ലാവരും പറയുന്ന ഉത്തരം 2 ചോദ്യങ്ങളെന്നാണ്. ഞാൻ പറഞ്ഞത് 8 ചോദ്യങ്ങളെന്നാണ്. കാരണം നമുക്കത് കൃത്യമായിട്ട് അറിയാം, നമ്മളത് പഠിച്ചിട്ടുണ്ട്. പലരും വിചാരിക്കുന്ന 2 ചോദ്യങ്ങളെ ഉള്ളെന്നാണ്. നിങ്ങൾ 3ാമതൊരെണ്ണം കൂടെ പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് കേട്ടിട്ടുണ്ട്. ടാഗ് ക്വസ്റ്റ്യൻസ് അത് ലാസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ 8 ആവും. ക്വസ്റ്റ്യൻ ടാഗും ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഓർ വരുന്ന ഓർ ഒരു ചോയ്സ് കാണിക്കുന്ന ക്വസ്റ്റ്യൻ. ഡു യു പ്രിഫർ ടീ ഓർ കോഫി? എപ്പോഴും യെസ് ഓർ നോ ആയിരിക്കും. ചോയ്സ് ക്വസ്റ്റ്യൻ എപ്പോഴും യെസ് ഓർ നോ ആയിരിക്കും, പക്ഷെ അതിനകത്ത് ഓർ കാണും. ഡു യു പ്രിഫർ ടീ ഓർ കോഫി ചോദിക്കുക. ചോയ്സ് ആണെങ്കിൽ അത് ചോയ്സ് ക്വസ്റ്റ്യനാണ്. ഈസ് യുവർ ഫേവറേറ്റ് കളർ ബ്ലൂ ഓർ ഗ്രീൻ ചോദിക്കുക. ബ്ലൂ ആണോ ഗ്രീൻ ആണോ, സാരി ആണോ ചുരിദാറാണോ, കോഫി ആണോ ടീ ആണോ എന്ന് ചോദിക്കുന്നതിന് ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്താ പറയും? ചോയ്സ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ഓർ ഇട്ട് ചോദിച്ചാൽ മതി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓർ ഇട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ ടാഗ് ഓർ ടാഗ് ക്വസ്റ്റ്യൻസ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെയോ ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെയോ അവസാനം ചേർക്കുന്ന, ആ സെന്റൻസിന് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി ചേർക്കുന്ന ബിറ്റ് ഓഫ് ക്വസ്റ്റ്യനെ വിളിക്കുന്ന പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഉദാഹരണം, ഹി ഈസ് എ ടീച്ചർ, ഈസിൻറ്റ് ഹി? ഹി ഈസ് നോട്ട് എ ടീച്ചർ, ഈസ് ഹി? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യമുള്ളൂ. പിന്നെ ഇമ്പരറ്റീവ് സെന്റൻസിലും വരും. പ്ലീസ് ഗീവ് മീ എ പെൻ, വിൽ യു? ഡോണ്ട് ഷൗട്ട്, കാണ്ടി വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്ന് ചോദിക്കുക. ഡോണ്ട് ഷൗട്ട്, കാണ്ടി യു എന്നാണ് ചോദിക്കുന്നത്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, കാണ്ടി യു? ഷഡപ്പ്, കാണ്ടി യു എന്ന് ചോദിക്കും. ഐ വിൽ കം ടുമോറോ, വോണ്ട് ഐ എന്ന് ചോദിക്കും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാം. തൽക്കാലം ഇതും ഒരു ചോദ്യമാണ് എന്ന് പഠിച്ചിരിക്കുക. ഇത്രയും കാര്യമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മപ്പ് ചെയ്യാം. അത്രയും പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഓക്കെയാണ്. ഒന്ന്, ഇംഗ്ലീഷിൽ മൊത്തം 10 സെന്റൻസ് ഉണ്ട്. ദർ ആർ 10 സെന്റൻസസ് ഇൻ ഇംഗ്ലീഷ്. അതിലൊരെണ്ണമാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. എ സെന്റൻസ് വിച്ച് എക്സ്പ്രസ് എ ക്വസ്റ്റ്യൻ ഈസ് കാൾഡ് an interrogative sentence. There are 8 type of questions. Normally this type of sentence ends with question mark. ഇങ്ങനെയുള്ള സെന്റൻസുകൾ അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിൽ ആയിരിക്കും. ഇങ്ങനെയുള്ള സെന്റൻസുകൾ അവസാനിക്കുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. 8 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ വിളിക്കും WH ക്വസ്റ്റ്യൻ.
എ ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. There are 14 question words in English. ഏതൊക്കെയാണ്? What, which, where, when, why, who, whose, whom, how many, how much, how far, how long, how often. What is your name? Where are you going? ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത yes or no ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ യഥാർത്ഥ പേര് വെർബൽ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വെർബ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. 24 ഓക്സിലറി വെർബ് ഉണ്ട്, അവസാനിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. ഉത്തരം എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ആർ യു എ ടീച്ചർ? അടുത്ത സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ടോൺ യൂസ്ഡ് ആസ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് റൈസിംഗ് ടോണിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആവും. ഹീസ് എ ടീച്ചർ ക്വസ്റ്റ്യൻ മാർക്ക്. അത്രയേ ഉള്ളൂ. സംഭവം സ്റ്റേറ്റ്മെന്റാ, പക്ഷെ അവസാനിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കില്ല. ടോണ് വ്യത്യാസമായിരിക്കും. ഈസ് ഹി എ ടീച്ചർ എന്നർത്ഥം. അടുത്ത റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഹൂ ഡസ് നോട്ട് വാണ്ട് ടു മാരി? ആരാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തത്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എല്ലാവരും സന്തോഷം ആഗ്രഹിക്കും. നെക്സ്റ്റ് ചോയ്സ് ക്വസ്റ്റ്യൻ, ഓർ വരുന്നയാ. ഡു യു പ്രിഫർ ടീ ഓർ കോഫി? ഓർ വരുന്ന ചോയ്സ് ക്വസ്റ്റ്യൻ. അടുത്ത എക്കോ ക്വസ്റ്റ്യൻസ്, പറഞ്ഞ സെന്റൻസ് വീണ്ടും ഒരു വാക്ക് ആവർത്തിക്കണം. ഹി ഓൺഡ് 2 ഫ്ലാറ്റ്സ് ഇൻ ബോംബെ. ഇൻ ബോംബെ എന്ന് പറയുമ്പം അത് ചോദ്യമാവും. അതിനെ വിളിക്കുന്ന പേര് എക്കോ ക്വസ്റ്റ്യൻ. പിന്നെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്. ഹി ഈസ് എ ടീച്ചർ. ഈസിൻ്റെ ഹി മലയാളം എന്തുവാ? അവനൊരു ടീച്ചറാണ് അല്ലയോ? അവനൊരു ടീച്ചർ അല്ല ആണോ? അതാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. റിക്വസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർമിഷൻ, ഒരു ഇമ്പരറ്റീവ് ടോൺ ആയിരിക്കും, പക്ഷെ അവസാനിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. ഉദാഹരണം, കുഡ് യു പ്ലീസ് ടെൽ മി യുവർ നെയിം ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ റിക്വസ്റ്റ് രൂപത്തിലുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 5ാമത്തെ എപ്പിസോഡ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ആ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ഈ ഓരോ സീരീസും, നമ്മൾ ഈ എല്ലാ അധ്യാപകരുടെയും സീരീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആർഷ മിസ്സിൻ്റെ ആയാലും മീര മിസ്സിൻ്റെ ആയാലും എല്ലാവരുടെയും സീരീസ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അവൈലബിൾ ആണ്. എല്ലാ വിഷയങ്ങളുടെയും HSA ക്ലാസ്സുകൾ കൃത്യമായിട്ട് എൻട്രിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ സെറ്റ് കോഴ്സുകൾ വളരെ ഗംഭീരമായിട്ടാണ് എൻട്രിയിൽ നടന്നു പോകുന്നത്. നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമാകുക. നമുക്ക് 7ഓളം അധ്യാപകർ ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട്, 8ഓളം അധ്യാപകരുണ്ട്, വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ട്. അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ക്ലാസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ക്ലാസ്സിൻ്റെ ഭാഗമാകുക. നമ്മുടെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിലൂടെ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ക്ലാസ്സിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴോ.